Calculate specific weight, density and specific gravity of 1 liter of liquid which weighs 7 Newton. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ലിക്വിഡ് 1 ലിറ്റർ ആണ്, അതിൻ്റെ വെയിറ്റ് 7 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വോളിയം തന്നേക്കുന്ന എത്രയാണ്? 1 ലിറ്റർ എന്ന് തന്നേക്കുന്നത്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു 1/1000 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ് ഡേറ്റ. സെക്കൻഡ് ഡേറ്റ എന്താണ് പറഞ്ഞേക്കുന്നത്? വെയിറ്റ് ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പം വെയിറ്റ് എത്രയാണ്? വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ന്യൂട്ടൺ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സ്പെസിഫിക് വെയിറ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് എന്താണ്? വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വെയിറ്റ് എത്ര വരും? 7 ന്യൂട്ടൺ. വോളിയം എത്ര വരും? 1/1000 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പം അത് എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്യുമ്പം 7000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അതാണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡെൻസിറ്റി ആണ് അല്ലേ? നമുക്കറിയാം സ്പെസിഫിക് വെയിറ്റ് എന്തായിരുന്നു? വെയിറ്റ് ബൈ വോളിയം അല്ലേ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? mg ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി, റോ ജി. സ്പെസിഫിക് വെയിറ്റിനെ എനിക്ക് റോ ജി എന്ന് എഴുതാം. ഇനി എന്നോട് ചോദിച്ചേക്കുന്നത് എന്താ? റോയാ ചോദിച്ചേക്കുന്നത്. റോ എന്ന് പറയുമ്പോൾ എന്താ? സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ജി. അപ്പം അതായത് ഇവിടെ എഴുതാം സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്പെസിഫിക് വെയിറ്റ് എത്ര? 7000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് അല്ലേ? ജി എത്ര? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഈ ന്യൂട്ടൺ ഫോഴ്സ് അല്ലേ? അപ്പം അതിനെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ അതിൻ്റെ യൂണിറ്റ്? ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാക്കുക ന്യൂട്ടണെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഡെൻസിറ്റിയുടെ വാല്യൂ എത്രയിൽ കിട്ടും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 713.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി ഓക്കെ ആയി. ഇനി എന്താ എനിക്ക് വേണ്ടത്? സ്പെസിഫിക് ഗ്രാവിറ്റി വേണം. സ്പെസിഫിക് ഗ്രാവിറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എസ് എന്നാ പറഞ്ഞ അല്ലെ? സ്പെസിഫിക് ഗ്രാവിറ്റി എസ് എന്താ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെ? സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആണ് വാട്ടർ. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആണ്. ഇവിടെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പൊ നമുക്ക് എത്ര വരും? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് 713.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ എത്ര കിട്ടും? സ്പെസിഫിക് ഗ്രാവിറ്റി 0.7135. ഇതായിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി. രണ്ട് ഡെൻസിറ്റികളുടെ റേഷ്യോ ആണ്. അതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി യൂണിറ്റ്ലെസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതുപോലെ സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ഇവിടെ നിന്ന് വരിക. നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിലുള്ള കുറച്ച് പ്രോബ്ലംസ് റെഫർ ചെയ്ത് നോക്കണം. ഓക്കെ, Calculate specific weight, density and specific gravity of 1 liter of liquid which weighs 7 Newton. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ലിക്വിഡ് 1 ലിറ്റർ ആണ്, അതിൻ്റെ വെയിറ്റ് 7 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വോളിയം തന്നേക്കുന്ന എത്രയാണ്? 1 ലിറ്റർ എന്ന് തന്നേക്കുന്നത്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു 1/1000 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ് ഡേറ്റ. സെക്കൻഡ് ഡേറ്റ എന്താണ് പറഞ്ഞേക്കുന്നത്? വെയിറ്റ് ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പം വെയിറ്റ് എത്രയാണ്? വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ന്യൂട്ടൺ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സ്പെസിഫിക് വെയിറ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് എന്താണ്? വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വെയിറ്റ് എത്ര വരും? 7 ന്യൂട്ടൺ. വോളിയം എത്ര വരും? 1/1000 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പം അത് എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്യുമ്പം 7000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അതാണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡെൻസിറ്റി ആണ് അല്ലേ? നമുക്കറിയാം സ്പെസിഫിക് വെയിറ്റ് എന്തായിരുന്നു? വെയിറ്റ് ബൈ വോളിയം അല്ലേ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? mg ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി, റോ ജി. സ്പെസിഫിക് വെയിറ്റിനെ എനിക്ക് റോ ജി എന്ന് എഴുതാം. ഇനി എന്നോട് ചോദിച്ചേക്കുന്നത് എന്താ? റോയാ ചോദിച്ചേക്കുന്നത്. റോ എന്ന് പറയുമ്പോൾ എന്താ? സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ജി. അപ്പം അതായത് ഇവിടെ എഴുതാം
സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്പെസിഫിക് വെയിറ്റ് എത്ര? 7000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് അല്ലെ. ജി എത്ര? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഈ ന്യൂട്ടൺ ഫോഴ്സ് അല്ലേ, അപ്പൊ അതിനെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ അതിന്റെ യൂണിറ്റ്. ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാക്കുക ന്യൂട്ടണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഡെൻസിറ്റിയുടെ വാല്യൂ എത്രയിൽ കിട്ടും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 713.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി ഓക്കെ ആയി. ഇനി എന്താ എനിക്ക് വേണ്ടത്? സ്പെസിഫിക് ഗ്രാവിറ്റി വേണം. സ്പെസിഫിക് ഗ്രാവിറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എസ് എന്നാ പറഞ്ഞ അല്ലെ. സ്പെസിഫിക് ഗ്രാവിറ്റി എസ് എന്താ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെ. സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആണ് വാട്ടർ. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആണ്. ഇവിടെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പൊ നമുക്ക് എത്ര വരും? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് 713.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ എത്ര കിട്ടും? സ്പെസിഫിക് ഗ്രാവിറ്റി 0.7135. ഇതായിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി. രണ്ട് ഡെൻസിറ്റികളുടെ റേഷ്യോ ആണ്, അതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി യൂണിറ്റ്ലെസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതുപോലെ സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ഇവിടെ നിന്ന് വരിക. നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിലുള്ള കുറച്ച് പ്രോബ്ലംസ് റെഫർ ചെയ്ത് നോക്കണം. ഓക്കെ, if the velocity distribution over a plate is given by u is equal to 2/3y minus y square, in which u is the velocity in meter per second at a distance y meter above the plate. Determine the shear stress at y equal to 0 and y equal to 0.15 meter. Take dynamic viscosity of fluid as 8.63 poise. Okay, നമുക്കപ്പം എന്താ തന്നിട്ടുള്ളത്? വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി u 2/3y minus y square ആണെങ്കിൽ du by dy റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ സ്ട്രെയിൻ എത്ര ആയിരിക്കും? 2/3 minus 2y അല്ലെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഷിയർ സ്ട്രെസ് അറ്റ് y is equal to 0 കണ്ടുപിടിക്കണം. ഷിയർ സ്ട്രെസ് അറ്റ് y is equal to 0.15 മീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ എന്താ? ടോ is equal to mu into du divided by dy. ഓക്കെ, അപ്പം നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റി mu തന്നിട്ടുണ്ട്. ഓക്കെ, പോയിസിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് du by dy കണ്ടുപിടിക്കണം. ഇപ്പൊ du by dy ഏതൊക്കെ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? അറ്റ് y is equal to 0. du by dy at y is equal to 0. അതുപോലെ തന്നെ du by dy at y is equal to 0.15. ഓക്കെ, ജസ്റ്റ് yക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2/3 minus 2 into 0. ഓക്കെ, അപ്പം 2/3 എന്ന് വരും. du by dy യുടെ വാല്യൂ 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.667 ആണ്. ഓക്കെ, ഇനി du by dy at y is equal to 0.15. അപ്പോൾ അത് എത്ര വരും? 2/3 minus 2 into 0.15. അപ്പം 2/3 minus 0.3, അതായത് 0.667 minus 0.3 വരും. എത്ര വരും? 0.367 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ du by dy വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. 8.63 പോയിസ് എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ പോയിസിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അതിന്റെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു? പോയിസിനെ 1 പോയിസ് എന്ന് പറയുന്നത് 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിന് നമ്മൾ തിയറി പഠിച്ചായിരുന്നു അല്ലെ. ഓക്കെ, അപ്പം 8.63 ഡിവൈഡഡ് ബൈ 10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. അതായത് 0.863 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആദ്യം ഷിയർ സ്ട്രെസ് അറ്റ് y is equal to
0. ഷിയർ സ്ട്രെസ് അറ്റ് y is equal to 0 എങ്ങനെ വരും? നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റി 0.863 ഇൻറ്റു du by dy എത്രയാണ്? 0.667 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടുന്നത് 0.5756 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഷിയർ സ്ട്രെസ് അറ്റ് y is equal to 0.15 എത്ര വരും? 0.15 മീറ്ററിൽ 0.863 ഇൻറ്റു ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് 0.367 എത്ര വരും? ആൻസർ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0.3167 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലേറ്റ് 0.025 distant from a fixed plate moves at 60 cm per second and requires a force of 2 Newton per unit area, that is 2 Newton per meter square, to maintain the speed. Determine the fluid viscosity between the plates. Okay, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? നമുക്ക് ഒരു പ്ലേറ്റ് ഉണ്ട് അല്ലേ, അത് ഒരു ഫിക്സഡ് പ്ലേറ്റിൽ നിന്നും, ഇതാണ് എൻ്റെ ഫിക്സഡ് പ്ലേറ്റ് എങ്കിൽ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് പ്ലേറ്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 0.025 mm മാറിയിട്ടാണ്. ഓക്കെ, 0.025 mm ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ആ പ്ലേറ്റ് മൂവ് ചെയ്യുന്നത് 60 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. 60 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. ഓക്കെ, ആൻഡ് പിന്നെ എന്താ പറയുന്നത്? അതിന് എത്ര ഫോഴ്സ് വേണം? ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര ഫോഴ്സ് വേണം? 2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വേണ്ടത്, അല്ലെങ്കിൽ 2 ന്യൂട്ടൺ പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. ഓക്കെ, ഡിറ്റർമിൻ ദ ഫ്ലൂയിഡ് വിസ്കോസിറ്റി, ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനിടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആണ് dy എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, dy എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആണ്. അത് 0.025 mm ആണ്. ഓക്കെ, ഞാൻ അതിനെ മീറ്ററിലാക്കുവാണ്. 0.025 ഇൻറ്റു 10⁻³ മീറ്റേഴ്സ്. ഓക്കെ, ഇനി അപ്പർ പ്ലേറ്റിന്റെ വെലോസിറ്റി u, ദാറ്റ് ഈസ് 60 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പം അതിനെ എങ്ങനെ എഴുതാം? 60 ഇൻറ്റു 10⁻² മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അപ്പർ പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? 2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ്, അല്ലെങ്കിൽ ഈ ഫോഴ്സ് ഓൺ അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നതായിരിക്കും എന്ത്? വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എഴുതാം force on upper plate. Force on upper plate is equal to shear stress. Okay, ഇനി നമുക്ക് mu പറയാം. എന്താ mu എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി ബിറ്റ്വീൻ പ്ലേറ്റ്സ്. ഓക്കെ, ഇപ്പം നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ്? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ഡിവൈഡഡ് ബൈ dy. ഓക്കെ അല്ലേ? അപ്പം നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓക്കെ, അപ്പം ടോ ഉണ്ട്, 2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du. du എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അപ്പോൾ അത് u - 0 എന്ന് നമുക്ക് എഴുതാം. ഇത് ഫിക്സഡ് ആണ്, അതുകൊണ്ട് ഇതിന്റെ വെലോസിറ്റി 0 ആണ്. ഇത് ഈ മൂവബിൾ ആണ്, അവന്റെ വെലോസിറ്റി 60 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എത്ര വരും? നമ്മുടെ du എന്ന് പറയുന്നത് 0.60 മീറ്റർ പെർ സെക്കൻഡ് ആണ്. dy നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം du സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. du 0.60 ആണ്. dy എന്ന് പറയുന്നത് 0.025 ഇൻറ്റു 10⁻³ ഓക്കെ, സോൾവ് ചെയ്യുക. ന്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 2 ഇൻറ്റു 0.025 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 0.60 എന്ന് വരും. ഓക്കെ,
അപ്പം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആൻസർ കിട്ടുന്നത് 8.33 into 10 to the power 8.33 into 10 to the power minus 5. ഇനി ഇവന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? Next question. A flat plate of area 1.5 into 10 to the power 6 mm power 2 is pulled with a speed of 0.4 meter per second relative to another plate located at a distance of 0.15 mm from it. Find the force and power required to maintain this speed if the fluid separating them is having a viscosity as 1 poise. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ഏരിയ തന്നിട്ടുണ്ട്. എ എത്രയാണ് തന്നേക്കുന്നത്? ഏരിയ ഇസ് ഈക്വൽ ടു 1.5 into 10 to the power 6 mm സ്ക്വയറിലാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ അതിൽ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാം. എത്ര വരും? 1.5 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഏരിയ കിട്ടി. ഇനി നമുക്ക് എന്താ? സ്പീഡ് ഓഫ് പ്ലേറ്റ് അല്ലെ, സ്പീഡ് ഓഫ് 1.4 മീറ്റർ പെർ സെക്കൻഡ് റിലേറ്റീവ് ടു അനദർ പ്ലേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം സ്പീഡ് ഓഫ് പ്ലേറ്റ് റിലേറ്റീവ് ടു അനദർ പ്ലേറ്റ്, അതായത് DU എന്ന് പറയുന്നത് എത്ര വരും? 0.4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.15 mm ഫ്രം ഇറ്റ്, അതായത് ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് DY എത്ര വരും? 0.15 mm. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ 0.15 into 10 to the power -3 മീറ്റർ. ഓക്കെ, ഇനി വിസ്കോസിറ്റി എത്ര പറഞ്ഞേക്കുന്നത്? 1 പോയിസ് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. 1 പോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അനുസരിച്ചിട്ട് ടോ ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു DU ഡിവൈഡഡ് ബൈ DY. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഫോഴ്സ് ആൻഡ് പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി സ്പീഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമുക്ക് ഫോഴ്സും കണ്ടുപിടിക്കണം, പവറും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താ? ന്യൂ ഇൻറ്റു DU ബൈ DY. ഓക്കെ, അപ്പം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, DU 0.4, DY 0.15 into 10 to the power -3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആൻസർ കിട്ടുന്നത് 266.66 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പം ടോ കിട്ടി. നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കും. ഇത് ഷിയർ സ്ട്രെസ് അല്ലേ. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ, ഷിയർ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോ ഇൻറ്റു ഏരിയ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ടോ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. ഓക്കെ, ടോ എത്രയാണ്? 266.66 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ 1.5 മീറ്റർ സ്ക്വയർ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്നത് 400 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഫോഴ്സ് കിട്ടി. ഇനി അടുത്ത എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫോഴ്സും കണ്ടുപിടിക്കണം, പവറും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫോഴ്സ് 400, വെലോസിറ്റി എത്രയാണ്? 0.4. അപ്പോൾ എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം 160 വാട്ട്സ് എന്ന് വരും. ക്ലിയർ അല്ലേ?